அந்த வீடியோ எடுத்து நீ போட்டது தப்பு தானே. நீ அந்த இடத்துல கண்டிப்பாக ரியாக்ட் பண்ணியிருக்கணும். இப்போ நீ எடுத்து போட்டு பாப்புலர் பண்ணுறதுக்கு அந்த இடத்துலயே கேட்டிருந்தாங்கன்னா எல்லாருமே அவங்கள வந்து திட்டியிருப்பாங்க. ஆனால் அவர் வேணும்னே பண்ண மாதிரி மேபி அவர் പിന്നെ നാളൊന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവളിടുണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്യുക. പലരും വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് പോലും അടിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തില്ല. നിങ്ങൾ മറ്റുള്ള ഓരോ വീഡിയോകളും കാണുകയും അത് ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുന്നതിനേക്കാട്ടും ഉപരി ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വീഡിയോ ഇടുമ്പോൾ അത് ഇങ്ങനെ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങൾ നോക്കണം, അതിന് കമന്റ് ഇടാൻ നോക്കണം. എങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തൂ. അങ്ങനെ ജനങ്ങൾ മൊത്തം ഇതിനെതിരെ പ്രതികരിക്കത്തുള്ളൂ. ഇപ്പോഴിതാ ഈ ഷിംജിത എന്ന് പറയുന്ന നെറുകെട്ടവൾ, അവൾ ദുബായി പോയിരിക്കുകയാണ്. അവൾ രക്ഷപ്പെട്ടു. അവളെ പോലീസ് പൊക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പ്രതികരിക്കുന്നു, ആന്ധ്രയിൽ നിന്ന് പ്രതികരിക്കുന്നു, അതോടൊപ്പം തന്നെ കർണാടകത്തിൽ നിന്ന് പ്രതികരിക്കുന്നു. നിരവധി ആൾക്കാർ ഈ പറയുന്ന ഇന്ത്യ ദേശത്ത് എല്ലായിടത്തും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ പറയുന്ന ദീപകിന്റെ ഈ ഒരു വിഷയം. ഇവിടെ ഷിംജിത എന്ന് പറയുന്ന ഇവൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തർ പ്രതികരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് മാത്രമല്ല, ദുബായിൽ ഈ ഇവളെ കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ആദ്യം നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണിയായി. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അവർ കണ്ണൂരിലുള്ളവർ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാ. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളൊന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവളിടുണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അയക്കണേന്ന് പറഞ്ഞു. കേട്ടല്ലോ നിങ്ങൾ, ഇവളിപ്പോ കറാമയിലുണ്ട് ദുബായിൽ. ഇവളെ കാണാനായിട്ട് പലരും പോകുന്നുണ്ട്. ഇവളെ കാണാനായിട്ട് ദുബായിലുള്ള കറാമയിലുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവളെ പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഇവളെ തപ്പാൻ വേണ്ടി, ഇവളെ പിടിക്കാൻ വേണ്ടി നിരവധി ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ദുബായ് പോലീസിന് വരെ ഇവരെ പൊക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടേ, ദീപക് ബസ്സിൽ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ തിരക്ക് നിങ്ങളൊന്ന് കണ്ടേ. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ആ ബാഗും പിടിച്ചുകൊണ്ട് ആ ബസ്സിന്റെ ഉള്ളിൽ നിന്ന മനുഷ്യൻ അവിടെ ശരീരത്ത് മുട്ടി. അവൾ മുട്ടിക്കാൻ വേണ്ടി അവൾ വെച്ചു കൊടുത്തിട്ട് അവൾ മുട്ടിച്ചിട്ട് അത് വീഡിയോയും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഈ മനുഷ്യൻ കൊളരുതാത്തവനാണ്, സമൂഹം ചോദ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഇല്ലാണ്ടാക്കിയ അവള് കയറിയ ബസ്, ആ മനുഷ്യൻ കയറിയ ബസ്, അതിൻ്റെ അകത്തെ തിരക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതിന്റെ അകത്ത് അദ്ദേഹം കയറി വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടു നോക്കി. നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഷിംജിതയുടെ മൊബൈലിന്റെ അകത്തുനിന്ന് കിട്ടിയ സാധനങ്ങളൊന്നുമല്ല, ആ ബസ്സിലെ CCTV ദൃശ്യങ്ങളാണ്. നിങ്ങൾ അതിൽ നോക്കിയാൽ മനസ്സിലാകും അവിടെ ജനങ്ങൾ അത്രമാത്രമാണ് ആ ബസ്സിലേക്ക് കയറുന്നത്. ഒടുവിൽ അവസാനമാണ് ഈ പറയുന്ന ഈ യന്ത്രവളും അതോടൊപ്പം തന്നെ ഈ പാവം പിടിച്ച മനുഷ്യനും കയറുന്നത്. കയറിക്കഴിഞ്ഞ ആ ബസ്സിന്റെ ഉള്ളിൽ നിന്ന സമയത്ത് ആ മനുഷ്യൻ ബാഗ് പിടിച്ചിങ്ങനെ നിന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ്. അവൾ ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടാണ് ആ മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത്, ആ നെറുകെട്ടവള്. എന്നിട്ട് അവൾ വലിയ ന്യായീകരണം കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ബസ്സിലെ ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതോടൊന്ന് കേട്ടു നോക്കി. ഇത് പറഞ്ഞാൽ ഈ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമ്മളിത് അറിയുന്നില്ല, ഈ വണ്ടിയിൽ ഇങ്ങനെ നടന്നൊരു കാര്യം നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലാണ് രണ്ടാമത്തെ ദിവസമാണ് ഇത് അറിയുന്ന കാര്യമായിട്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളെ മുതലാളിയെ നമ്മൾ ആദ്യം വിളിച്ച് പറയുന്നത് വണ്ടിയിലൊന്നും ഇഷ്യൂ ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മുതലാളിയാണ് നമ്മൾ ചോദിക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ അങ്ങനെ കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഫോട്ടോ നമുക്ക് മുതലാളിയാണ് അയച്ചു തരുന്നു. അപ്പോൾ മുതലാളി ഇത് ഗൾഫിൽ ആരോ ആണ് അയച്ചു കൊടുക്കുന്നത്, അവരാണ് ആദ്യം കാണുന്നത്. അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത്. പിന്നെ നമുക്ക് അവർ പരാതി തരുമോ, നമ്മുടെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവർ ഒന്നും പറയുക, അങ്ങനത്തെ അനുഭവം ഉണ്ടെന്ന് പറയാൻ നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ പോലീസിൽ കുറേ അറിയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് CCTV ഒന്ന് കാണുന്നത് ഇത് ആൾക്കാർ ഇങ്ങനെ രണ്ട് ഭാഗം നിൽക്കലെന്ന് ഒരുപാട് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നത്, 40 ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകും CCTV കാണാൻ ചാൻസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലില്ല അങ്ങനെ ഇങ്ങോട്ടും. ഈ ജീവനക്കാർ പറയുന്ന കാര്യം കേട്ടോ, അവർ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവള് അവിടെ പ്രശ്നം ഉണ്ടാക്കണം, അല്ലെ ഇവരോട് പറയണം, അല്ലെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണം. അതൊന്നും ചെയ്തില്ല. അപ്പൊ ഇവിടെ ഉദ്ദേശം വൈറലാകുക എന്നുള്ളതായിരുന്നു. ഇവള് വൈറലാകാൻ ശ്രമിച്ച ആ മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നേ നമുക്കിവിടെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഈ യന്ത്രവള് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്ക് ബലികേടായി പോയത് ആ പാവം മനുഷ്യനാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് ഹാഷ്മിയോട് ഇഷ്ടം തോന്നി. ഹാഷ്മി പറയുന്ന ഈ കാര്യം കേട്ടു നോക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ഈ കോട്ട് വിട്ടോണ്ടിരിക്കുന്നതിൽ ഒരു ഇതും ഇല്ലെന്നാണ് ഹാഷ്മി പറയുന്നത്. ഹാഷ്മി പറയുന്നത് കേട്ടു നോക്കി. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ പകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര്
അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരികൊള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്, ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവിടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ അത്രക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞൊരാൾ രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ളൊരു ഭാഗം ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തുന്ന ആരോട് പറയാനാണ്? ആദ്യമായിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്ക് ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺശവങ്ങൾ. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പുറകോട്ടുകൾ അടങ്ങരുത്. ഫോൺ തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. ഇവിടെ ഹാഷ്മി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ഹാഷ്മിയോട് റെസ്പെക്ട് തോന്നി. ഇങ്ങനെ വേണം പ്രതികരിക്കാൻ. ഇങ്ങനെ പ്രതികരിക്കുന്ന ചുണക്കുട്ടന്മാർ വേണം. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് കുറെ ഫെമിനിസ്റ്റുമാരെ ഇറങ്ങിയിട്ടുണ്ട്. അവളുമാർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു വീട്ടിലെ ഒരു അമ്മയുടെ കരച്ചില് ഇവളുമാർക്ക് അറിയില്ല. ഇവളുമാരുടെ വീട്ടിലെ അച്ഛനോ സഹോദരങ്ങൾക്കോ വന്നാലേ ഇതുങ്ങൾ പഠിക്കത്തുള്ളൂ. എന്തായാലും ഈ പറയുന്ന ദീപകിന്റെ അമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. വളരെ സങ്കടം തോന്നും. പാവം. അവൻ അങ്ങനെ ചെയ്യണ ഒരു കുട്ടിയല്ല. എല്ലാവർക്കും ഇവിടെ മുമ്പിലൊക്കെ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചീത്ത സ്വഭാവം എൻ്റെ മോനില്ല. ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ആരും വിശ്വസിക്കാനില്ല. എല്ലാവരെയും ഭയങ്കര സ്നേഹമാണ്. ഒരു ചീത്ത തരത്തിനോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അതിനെക്കൊണ്ട് അവൻ അറിഞ്ഞിട്ടേ ഇല്ല. അവൻ അറിയാതെ ഇത് ബാക്കിൽ കൂടെ ചെയ്യണത്. ഈ കുട്ടി തോളിൽ വലിയ ബാഗ് ഉണ്ടല്ലോ, അതിന് പോകുമല്ലോ ട്രിപ്പിൽ. പിന്നെ അവൻ ഇറങ്ങിയതിൻ്റെ ഇടയ്ക്കാൻ തോന്നുന്നു ഈ കുട്ടി ഫോട്ടോ എടുത്തൊക്കെ അറിഞ്ഞത്. എന്നിട്ട് അന്നും തന്നെ അന്ന് രാത്രി അവൻ്റെ ബോസ് വിളിച്ച് അവന് എൻ്റെ ജോലി എന്താ ദീപക്ക് അങ്ങനെ കേട്ടല്ലോ. അപ്പോഴാണ് അവൻ അറിയണത്. അപ്പോൾ അവൻ ഇതിലൊക്കെ നോക്കുമ്പോൾ അവൻ കണ്ട്. പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ട് എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും കുട്ടി പറഞ്ഞില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സമാധാനം ആക്കായിരുന്നു എൻ്റെ കുട്ടീനെ. ഒരു വാക്ക് പോലും കുട്ടിക്ക് എന്തോ പിന്നെ രാത്രി വരെ നെറ്റും ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ നോക്കി കുട്ടിക്ക് ഇത് കണ്ട കുട്ടി ആകെ വഷളായ മാതിരി. അതാണ് കുട്ടി. ഇനി എന്തിനാ ഇങ്ങനെ വഷളായി ജീവിക്കുന്ന എൻ്റെ കുട്ടി ചെയ്തതാണത്. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തത് കേട്ടല്ലോ നിങ്ങൾ ഈ അമ്മയുടെ കരച്ചില്. എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, എന്റെ കുട്ടി പാവമാണ്, എന്റെ കുട്ടി അങ്ങനത്തെ ഒരു മനുഷ്യനല്ല എന്ന് അമ്മ നിലവിളിച്ച് പറയുകയാണ്. ഇതൊക്കെ കേൾക്കാതെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവൾ നിയമത്തിന്റെ വലയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അവൾ ദുബായിൽ പോയി താമസിക്കുകയാണ് സുഖവാസത്തിന്. അവിടെ ചെന്നിട്ട് അവൾ റീലിട്ട് കളിക്കുകയാണ്. ഇവളെ ദുബായ് പോലീസ് പൊക്കി കൊടുത്തുവിടും നാട്ടിലേക്ക്. അതാണ് ചെയ്യേണ്ടത്. ഈ വൃത്തികെട്ടവളെ കാണുന്നവരെല്ലാവരും ഇവളെ പൊക്കി ഇവിടെ ഫോട്ടോ സഹിതം ഇവിടെ വീഡിയോ സഹിതം എടുത്ത് നാട്ടിലെ പോലീസിന് അയച്ചു കൊടുക്കണം. ഇവളെ പൊക്കണം. ഇവളെ പെട്ടെന്ന് തന്നെ നാട്ടിൽ കൊണ്ടുവരണം. ഇവളെ സഹായിക്കുന്നവരുണ്ട്, ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇവളെ സഹായിക്കുകയാണ്. ഒരു പാവം പിടിച്ച മനുഷ്യന്റെ ജീവൻ എടുത്തിട്ട് അവളെ ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നു, സഹായിക്കുന്നു. അവളിപ്പോ ദുബായി പോയി നിൽക്കുകയാണ് സുഖവാസ കേന്ദ്രത്തിൽ. ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവളെ പൊക്കുക തന്നെ വേണം. എന്തായാലും തമിഴ് നാട്ടില് അവർ ഈ പറയുന്ന ഓഡിയൻസിനോട് ചോദിച്ച സമയത്ത് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് കേട്ടുപോയി. അവരൊക്കെ പറയുന്നത് എത്ര സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പെണ്ണുങ്ങളാണ് സംസാരിക്കുന്നത്, பெண்குட்டிகளாണ് പറയുന്നത്. கேட்டு നോക്കൂ. பண்ணியிருக்கணும். இப்போ அவர் போயிட்டு அந்த பொண்ணு தலைமறைவாக இருக்குது. உயிர் தானே. இந்த சோஷியல் மீடியாவில் பாதி பேரோட லைஃப் தான் சார் போகுது. அது அதனால என்ன கிடைக்குது? அது ஒரு போதை மாதிரி ஆயிடுச்சு. எல்லாருக்கும் ஜென்ஸுங்களுக்கு சரக்குன்ற போதைன்ற மாதிரி. இப்போ எல்லாருக்குமே வந்து பொண்ணுங்களில் பசங்களே அதை லைக் பண்ணுறாங்கங்க. குட்டி பசங்கள்லேருந்தே எல்லாருமே அந்த மீடியாக்குள்ளே அந்த ஒரு அடிமை மாதிரி போகிறாங்க. வீடியோ எடுத்து போட்டால் லைக் போகிறோம், நம்மளை பார்ப்பாங்க, நம்மளை ஃபோட்டோ எடுப்பாங்க, நம்மளை பேட்டி எடுப்பாங்க. அந்த மாதிரி எல்லாருமே அதுக்குள்ளே போயிடுறாங்க. அவங்களோட ரியாலிட்டி லைஃபை யாருமே வாழ மாட்டாங்க. ഇവിടെ ഈ ചേച്ചി പറയുന്നത് കേട്ടോ. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുഞ്ഞുങ്ങൾ പോലും ഇപ്പം അതിലോട്ട് അങ്ങ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും, ഞങ്ങളെ കമന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ അകത്ത് അഡിക്റ്റ് ആയി മാറുകയാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളി, അതോടൊപ്പം തന്നെ ഗോലി കളി, ഫുട്ബോൾ കളി, അങ്ങനെയൊക്കെ പറഞ്ഞ് പാടത്തും അവിടെയും വരമ്പിലൊക്കെ ജനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് അവരെയൊന്നും കാണാനില്ല. എല്ലാവരും ഈ ഫോണിന്റെ അകത്ത് കുത്തിപ്പിടിച്ചിരിപ്പാണ് പരിപാടി.
അത് നല്ലതായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട്, മോശമായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട്. മോശമായിട്ട് ഉപയോഗിക്കുന്നവരാണ് നിരവധി ആൾക്കാർ. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരെക്കാട്ടിലും മോശം രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ. അപ്പൊ അതിനെക്കുറിച്ചാണ് ചേച്ചി പറയുന്നത്. ഇനി അങ്ങോട്ട് ഈ പറയുന്ന പെണ്ണിനെ குறிச்சு പറയും. அது ஒரு போதை. இப்போ நீங்கள் தண்ணி சாப்பிட்டுட்டு போய் இது பண்ணுறாங்க, இல்லை மறுநாள் பார்த்தா உங்களுக்கு என்ன தெரியும், நான் எதுவுமே பண்ணலைன்ற மாதிரி அது மாதிரி அவங்களுக்கு ஒரு அந்த ஒரு அடிஷன் மாதிரி ஆயிடுச்சு. இப்போ நான் வீடியோ எடுத்து போடுறேன்னா அந்த பொண்ணு அது வீடியோ எடுக்கிறதுக்கு முன்னாடி அதை யோசிச்சிருக்கணும். நம்ம வீடியோ எடுக்கணும், இதனால் எஃபெக்ட் ஆகுமா என்ன, உண்மையாலுமே உன் மேலே தப்பு இருந்து அந்த அவர் அப்படி நடந்தாருன்னா நீங்கள் என்ன பண்ணுவீங்க? நானாக இருந்தால் அந்த இடத்துல ஒரு பெரிய பிரச்சனையே பண்ணியிருப்பேன் நான். நீ தைரியமான பொண்ணா வீடியோ எடுத்து போட, அப்போ நீ என்ன பண்ணியிருக்கணும்? ஒன்று அந்த இடத்துல ஸ்டாப் பண்ண சொல்லியிருக்கணும். பக்கத்தில் இன்னொரு பொண்ணும் இருக்காங்க, அந்த பொண்ணுக்கிட்டே நீ ஒரு ஹெல்ப் கேட்டிருக்கலாம். நீ இந்த ஒரு ஆங்கிள்லையும் இந்த ஒரு ஆங்கிளையும் 2 வீடியோ இருக்கும், ஒரு ஆங்கிள் இப்படியும் ஒரு ஆங்கிள். அவர் எனக்கு என்ன தெரியும், பஸ் மூவ் ஆகும்போது கூட லைட்டாக அப்படி டச் பண்ணிருக்கலாம். நானும் பஸ்ல எல்லாம் போயிருக்கோம், எல்லாம் பண்ணுறோம், லைட்டாக டச் பண்ணும். அதாவது ஒருத்தவங்களுக்கு தெரியும் ஃபேம்டே டச் பண்ணுறாங்களா இல்லை ஒரு இதோட டச் பண்ணுறாங்களான்னு ஒரு கேர்ளுக்கு கண்டிப்பாக தெரியும் சார். யாருக்கும் தெரியாமலாம் இருக்கு. அந்த பொண்ணை பார்த்தா மெச்சூரிட்டியான பொண்ணு மாதிரி தான் இருக்குது. சரிங்களா? நம்மளுக்கு 13 வயசு பசங்களுக்கே எல்லா குழந்தைங்களுக்குமே தெரியும் பேட் டச்னா என்ன, குட் டச்னா. அந்த பொண்ணுக்கு தெரியாது. அப்போ நீ என்ன பண்ணணும்? இப்போ அந்த வீடியோ எடுத்து நீ போட்டது தப்பு தானே. நீ அந்த இடத்துல கண்டிப்பாக ரியாக்ட் பண்ணிக்கணும். இப்போ நீ எடுத்து போட்டு பாப்புலர் பண்றதுக்கு அந்த இடத்துலயே கேட்டிருந்தாங்கன்னா எல்லாருமே அவங்க வந்து திட்டிருப்பாங்க. ஆனா அவர் வேணும்னே பண்ண மாதிரி மேபி அவர் தப்பு பண்ணியிருக்காரோ பண்ணலையோ, அவருக்கு ஒரு உள் உணர்ச்சி ஒரு மாதிரி ஃபீல் ஆயிருக்கும். ஆம்பளைங்களுக்கு வந்து மோஸ்ட் ஆஃப் எமோஷனை வெளியில் காமிக்க மாட்டாங்க. அவர் யோசிச்சிருக்கலாம், நம்ம எப்படி வெளியில் போவோம், நம்ம ஒய்ஃப் நம்மளை என்ன நினைப்பாங்க, நம்ம சொசைட்டி நம்மளை எப்படி நினைக்கும். ரொம்ப எமோஷனல் பர்சன், அவங்க வெளியில் காமிச்சிக்க மாட்டாங்க. நம்ம இப்போ நாங்களாம் இப்போ உட்காந்து அழுதுருவோம். இப்போ எங்களுக்கே இந்த மாதிரி ஒரு ஜென்ஸ் யாரோ இது பண்ணி ஏதோ ஒரு இஷ்யூ நடந்துச்சுன்னா உட்காந்து அழுவோம், சண்டை போடுவோம், எல்லாமே. அவன் அப்படி பண்ணிட்டான், அவன் அப்படி இதுவாகி, அப்போ அதுக்கு அவர் பயந்துருப்பார். கண்டிப்பாக அவர் வந்து சொசைட்டிக்கு பயந்து தான் அவர் பண்ணியிருப்பார். இப்போ யாருக்கு லாஸ்? அவங்களுக்கு தான் லாஸ். இப்போ அந்த இது முடிஞ்சு போயிடும். இன்னும் ஒரு மாசம், இன்னும் ஒரு 2 வீக்ஸ்ல அடுத்த வைரல் வீடியோ வந்துரும். அவ்வளவுதான், இது மறைஞ்சு போயிடும். அந்த பொண்ணு ஜாலியா அந்த ஃபேமிலி தான் பாதிப்பு அடைஞ்சிருப்பாங்க. திருப்பி அந்த பொண்ணு ஜாலியா வெளியில தான் வரப்போகுது, எல்லாமே அது லைஃபை பார்க்க தான் போகுது. ஆனா இழப்பு அவங்க எல்லா பஸ்லயும் பண்றவங்க இருக்காங்க. நாங்களும் பஸ்ல போறவங்க தான். ஆனா எல்லா மென்ஸுமே வந்து சேம் கிடையாதுல. எல்லாருமே வந்து கேர்ள்ஸ் ரெஸ்பெக்ட் பண்றவங்களும் இருக்காங்க, இப்படியும் இருக்காங்க. ஆனா அந்த வீடியோல பார்த்தா அவர் அப்படி பண்ண மாதிரி இல்ல. நார்மலா திரும்போது ஒரு கிரவுட்ல டச் ஆகுறது வந்து காமெண்ட் தான். அது எப்படி ரசிக்கிறாங்களான்னு எனக்கு தோணல. அது தப்பு தானே. நீ அந்த இடத்துல ரியாக்ட் பண்ணிருக்கணுமே. இப்போ நம்ம பஸ்ல போறோம், ஒரு ஜென்ஸ் நம்மள டச் பண்ண. ഇവിടെ അവർ പറയുന്നത് കേട്ടോ, ഇതൊരു വൈറൽ കണ്ടന്റ് അടുത്തത് വരുന്നത് വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവൾ ജോളിയായിട്ട് അവൾക്ക് സന്തോഷമായിട്ട് അവൾ ജീവിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് പറയുന്നത് സ്ത്രീകളാണ്. ഇതൊന്നുമല്ല, നിരവധി പേര് പ്രതികരിക്കുന്നുണ്ട്. കന്നഡ ചാനലുകളിലും തെലുങ്ക് ചാനലുകളിലും തമിഴ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലും എല്ലാം ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇത് നമ്മുടെ നാട്ടിൽ നടന്ന, നമ്മുടെ സഹോദരന് നടന്ന ഒരു അനീതിയാണിത്. ഇത് മാക്സിമം ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. അവൾ ഏത് കുറ്റിക്കാട്ടി പോയി ഒളിച്ചാലും, അവൾ ഏത് മരുഭൂമി പോയി താണിരുന്നാലും അവളെ പൊക്കണം, അവളെ പൊക്കി നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കണം. അവളെ സംരക്ഷിച്ച് വെക്കുന്നവരാരായാലും അവരുടെ മുമ്പിൽ നിന്ന് തന്നെ ഇവളെ പൊക്കി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും മസ്റ്റായും പറയുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.